അങ്ങനെ ഞാനും പോയി ഗൈസ് നാലമ്പല ദർശനത്തിന്. കണ്ണൂരിലെ നാലമ്പല ദർശനത്തിനാണ് ഞാൻ പോയിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആദ്യം പോയിരുന്നത് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ചതുർബഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ രൗദ്രഭാവത്തോടെ ദൂഷണ ശിരസുകളെ വധിച്ച ശേഷമുള്ള ശ്രീരാമനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ശ്രീ എളയാവൂർ ഭരത ഭഗവതി ക്ഷേത്രത്തിൽ എത്തുന്നത്. ഈ ക്ഷേത്രം വടക്കേ മലബാറിലെ അതിപ്രശസ്തമായ ഭരതക്ഷേത്രത്തിൽ ഒന്നാണ്. ഭരതൻ തപസ്യാവേഷത്തിൽ ജലമാല അണിഞ്ഞിരിക്കുന്ന പ്രത്യേക പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമേ ശ്രീരാമ സഹോദരനായ ഭരത പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുള്ളൂ. നാലമ്പല ദർശനത്തിന് എത്തുന്നവർ രണ്ടാമതായി എത്തുന്ന ക്ഷേത്രം കൂടിയാണ് ഇത്. മൂന്നാമതായി പോയിരുന്നത് പെരിഞ്ചേരി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ഇത് മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മണ സങ്കല്പത്തിലെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. വടക്കൻ കേരളത്തിലെ ഏക ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. നല്ല രസമുണ്ടേ കാണാൻ. വലിയ ക്ഷേത്രക്കുളമാണ്. ഈ കുളത്തിൽ കുറേ മീനുകളുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മീനൂട്ട്. ഞാനും ചെയ്തിട്ടുണ്ടായിന്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ മീനിനെ കാണാൻ പറ്റും. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നാലമ്പല ദർശനത്തിൻ്റെ അവസാന അമ്പലമായ പായം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തുന്നത്. ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് വൃത്താകൃതിയിലുള്ളതാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ചക്രസമർപ്പണമാണ്. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ വനവാസകാലത്ത് ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നു എന്നും പിന്നീട് ഈ സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്നുമാണ് നാലമ്പല ദർശനത്തിൻ്റെ ഐതിഹ്യം. ഇവിടുന്ന് ഭക്ഷണം കൂടി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോയത്. നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തീകരിക്കുക എന്നതാണ് വിശ്വാസം. കർക്കിടക മാസത്തിലാണ് കൂടുതലും നാലമ്പല ദർശനം നടക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായത്. കർക്കിടക മാസം കഴിയാനായി. പോകാത്തവർ പോവുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.